നിലവിലിപ്പോൾ കോന്നിയിൽ രണ്ടിടത്ത് ഉരുള് പൊട്ടിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒന്ന് ഉൾപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും തന്നെ അപായമില്ല. പക്ഷേ വലിയ തോതിൽ കക്കട്ടാറിലേക്ക് മണ്ണിടിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു വെള്ളം സമീപ പ്രദേശങ്ങളിലൊക്കെ കയറുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി വലിയ പാലത്തിന് മുകളിലാണ്. പാലം പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിലൂടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വണ്ടികൾ കടത്തിവിടുന്നില്ല. ഈ കാണുന്നത് പമ്പയാറിൻ്റെ ദൃശ്യങ്ങളാണ്. അതീവ അതായത് എത്രയും അധികം വെള്ളം, അതായത് വലിയ രീതിയിലുള്ള വെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ചെളി കലർന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് വലിയ തോതിലുണ്ട്. നമ്മളോടൊപ്പം പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇതേപോലൊരു വെള്ളം ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട്? 2017 വന്നുള്ള ഒരു വെള്ളത്തിൻ്റെ സമാനമായ രീതിയിലാണ് ഇപ്പം കാണുന്നത്. വെളുപ്പിന് ഒരു 2:45 തൊട്ടാണ് വെള്ളം വന്നത്. നമ്മുടെ ആ മാമുക്ക് ജംഗ്ഷനൊക്കെ അത്ര ഇടുപിടി നിന്നാണ് വന്ന് കയറിയത്. എവിടെയോ നമ്മുടെ തേക്കത്തോടോ തണ്ണിത്തോടോ സീയത്തോടോ കണ്ട് ഉള്ളു പൊട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റി പാദം വരെ നമുക്ക് അത്രയും ഉള്ളായിരുന്നു വെള്ളം ഉള്ളായിരുന്നു. പക്ഷേ പിന്നെ എളുപ്പമായിരുന്നു വെള്ളം കയറി. ഞാൻ അവിടെ അടുത്തൊരു കാർ ഷോറൂമിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അവിടുന്ന് തന്നെ നമുക്ക് ഒത്തിരി വണ്ടികൾ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയിടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ മാമുക്ക് ജംഗ്ഷനിൽ തന്നെ നമുക്ക് കഴുത്തറ്റം വെള്ളം വരെ ആയിക്കഴിഞ്ഞു. വെള്ളമായി കഴിഞ്ഞു. ഇതിപ്പം വലിയ പാലം അടച്ചിട്ടുണ്ടോ ടൗണിൽ? ഉണ്ടുണ്ട്. അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ വലിയ പാലം, റാന്നി വലിയ പാലം പൂർണ്ണമായിട്ടും അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത്രത്തോളം വെള്ളം നഗരപ്രദേശങ്ങളിലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ്. ഈ പമ്പയാറിൻ്റെ ദൃശ്യം നമുക്ക് ഇന്നലെ രാത്രിയിൽ വെള്ളമില്ലാതെ വറ്റുവരണ്ട് ഒഴുകിക്കൊണ്ടിരുന്ന പമ്പയാറാണ് ഇപ്പോൾ നേരം വെളുത്തപ്പോഴേക്കും ഈ ഒരു രീതിയിൽ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണും ചെളിയും കലർന്ന് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിഴക്കൻ പ്രദേശത്ത് വനമേഖലകളിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വെള്ളവും ചെളി കലർന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ രണ്ടിടത്താണ് നിലവിൽ മണ്ണിടിച്ചിലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തണ്ണിത്തോട് മേൽഭാഗത്ത്, അതുപോലെ തന്നെ 2 അരുവാപ്പുലം ഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. ഇതിൽ അരുവാപ്പുലം ഭാഗത്ത് വെള്ളം വീടുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരാളുടെ കാർ ഷെഡിനുള്ളിലേക്ക് വെള്ളം കയറുകയും ജീപ്പ് കേടാവുന്ന, അതായത് ജീപ്പിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ റാന്നി പ്രദേശത്ത് ഈ റാന്നി വലിയ പാലം പൂർണ്ണമായിട്ടും അടച്ചിട്ട് ഗതാഗതം കയറിയിരിക്കുകയാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാം. ഇവിടെയെല്ലാം ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. ജനങ്ങൾ, ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. നമ്മൾ പ്രദേശവാസിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2018 ഇതിന് സമാനമായിട്ടുള്ള ഒരു വെള്ളം കണ്ടിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ വെള്ളം ഇരച്ചെത്തിയിരിക്കുന്നു. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ചേട്ടാ, ഈ പ്രദേശത്ത് താമസിക്കുന്നതാണോ? എങ്ങനെയായിരുന്നു പെട്ടെന്ന് വെള്ളം കയറിയ? ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞാൻ 8 ടൗണിൽ 3 മണി കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് കടകളിൽ സാധനങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി. വീടുകളിലെല്ലാം വന്ന് പെട്ടെന്ന് താഴെയുള്ള വീടുകളിൽ കടകളൊക്കെ വന്നപ്പോഴത്തേന് സാധനങ്ങൾ പലതും മാറ്റാൻ പറ്റിയില്ല. ജസ്റ്റ് ഉടുപടി മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങിയായിരുന്നു. അതെ, അപ്പുറം 2 സൈഡിൽ നിന്ന് വെള്ളം കയറിയിരിക്കുക. പാലത്തിൻ്റെ ഈ ഭാഗം ഉയരമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെള്ളം ഇല്ലാത്തത്. അങ്ങോട്ട് പോയാലും ആ സൈഡും വെള്ളമാണ്, ഈ സൈഡിലും വെള്ളമുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ടൗണിൽ, എൻ്റെ വെട്ടിപ്പാറ ടൗണിലായി താമസിക്കുന്നത്. ടൗണിലെ ഭാഗത്ത് മുഴുവൻ വെള്ളമാണ്. അവിടെയുള്ള താഴ്ന്ന ഭാഗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആദ്യം കടകളിൽ കയറി. അത് നമുക്കറിയാവുന്നവരെല്ലാം നമ്മൾ വിളിച്ച് പറഞ്ഞു, കടക്കാരെയൊക്കെ. അങ്ങനെ കുറച്ച് പേരൊക്കെ സാധനങ്ങൾ മാറ്റാൻ പറ്റും. മറ്റുള്ളവർക്ക് ദൂരെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതായിപ്പോയി. കാരണം റോഡുകൾ വെള്ളം കയറിയതുകൊണ്ട് ആദ്യം ചിത്രങ്കര ഭാഗത്തു നിന്നുള്ള ട്രാഫിക് കംപ്ലീറ്റ് നിന്നു. പിന്നെ ഈ ഭാഗത്തു നിന്ന് മാവുക്കിന് ആദ്യം വെള്ളം കയറി. മാവുക്ക് ചെറിയ പാലം ആദ്യം വെള്ളം കയറി. അങ്ങനെ ടൗൺ ആദ്യം ഒറ്റപ്പെട്ടു. പിന്നെ ആൾക്കാർ ഇല്ല സാധാരണ അങ്ങനെയുള്ളതല്ല. ഇത് കണ്ടില്ലേ, കലക്കവെള്ളം ഭയങ്കരമായിട്ട് ഉരുള് പൊട്ടി എവിടെയോ വനമേഖല ഇവിടെ പൊട്ടിയിട്ട് ഇത്രയും വെള്ളം ശക്തമായിട്ട് വന്നത്. ഇന്നലെ രാത്രി തൊട്ട് നല്ല ശക്തമായ മഴയുണ്ടല്ലോ. മറ്റുള്ള ഉയർന്ന പ്രദേശങ്ങളാണെങ്കിൽ തന്നെ നല്ല ഊറ്ററവയാണ്. മുറ്റത്തൊക്കെ നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഊറ്ററവയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമി എവിടെ പൊട്ടിയിട്ടുണ്ട്. അതുതന്നെയാണ് പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. അതായത് ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയോ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഉറവ വരുന്നുണ്ടായിരുന്നു തുടങ്ങി അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്നതും. ഇനി ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്നുള്ളത് കാണാം. പത്തനംതിട്ട ചിറ്റാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീട് മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. പ്രളയസമാനമായ അന്തരീക്ഷം തന്നെയാണ് പലയിടങ്ങളിലും റാന്നിയിലൊക്കെ ഉള്ളത് എന്നതാണ് നിതിൻ തോമസ് പറഞ്ഞത്. നാട്ടുകാരും അത് വ്യക്തമാക്കുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ മെസ്സേജുകളും വരുന്നുണ്ട്. അവരുടെയൊക്കെ വീടും പരിസരവും ഒക്കെ വെള്ളത്തിലാണ്. വലിയ ബുദ്ധിമുട്ടാണ്. 2018 സമാനമായി തന്നെയാണ്, പ്രളയം പോലെയാണ് എന്നാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ.
ഇത് പമ്പയിൽ നിന്നുള്ളതാണ്. ത്രിവേണി ദൃശ്യങ്ങളാണ്. ശക്തമായ നീരൊഴുക്കാണ് ആ മേഖലയിൽ.